ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു വെക്കേഷൻ മൂഡിലാണ്. അപ്പം ഇന്ന് കാണിക്കുന്നത് എൻ്റെ നാടാണ്, എൻ്റെ സ്വന്തം നാട്. നാട്ടിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ചെല്ലുന്ന ജംഗ്ഷൻ ആണ് നമ്മുടെ കുറുപ്പന്ത്ര കവല എന്ന് പറയുന്നത്. കവല എന്ന് പറയുന്നത് ഒരു നാലും കൂടിയ ജംഗ്ഷനാണ്. കുറുപ്പന്ത്ര കുരിശുപള്ളി കവല എന്നും പറയാം. ഇവിടെ നിന്ന് കുറുപ്പന്ത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം മൈൻഡിലേക്ക് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലേസ് ആണ്. ആ പ്ലേസിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. മഴയൊക്കെ പെയ്ത് റോഡൊക്കെ ഏകദേശം ഒരു പരുവായിരിക്കുകയാണ്. ഇന്നലെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ഇതുവരെ മഴയൊന്നും പെയ്തില്ല. നല്ല നിലാവും പോട്ടെ, നല്ല വെയിലുള്ള ദിവസം. ഞങ്ങൾ മെയിനായിട്ടും ബസ്സൊക്കെ കയറാനായിട്ട് വന്ന് നിൽക്കുന്ന ഒരു പ്ലേസും കൂടിയാണ് ഇവിടെ. ഇതാണ് നമ്മുടെ കുറുപ്പന്ത്രയുടെ മെയിൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് വലത്തോട്ട് പോയാൽ, റൈറ്റ് സൈഡിലേക്ക് പോയാൽ എറണാകുളം, ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ കോട്ടയം, അങ്ങ് ട്രിവാൻഡ്രം വരെ. നേരെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ആലപ്പുഴ, കല്ലറ, ആലപ്പുഴ ആ റൂട്ട് പോകാം. ഞങ്ങൾ വന്ന റൂട്ടാണെങ്കിൽ നേരെ കുറവിലങ്ങാട്, മൂവാറ്റുപുഴ അങ്ങനെയും പോകാം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് ഒരു കാലത്ത് വളരെ പ്രതാപിയായി നിന്നിരുന്ന കുറുപ്പന്ത്ര ചന്ത എന്ന് പറയുന്നത്. കുറുപ്പന്ത്ര കവല ചന്ത. ശരിക്കും പറഞ്ഞാൽ ഒരു കാലത്ത് ഒരുപാട് പച്ചക്കറികളെല്ലാം ഇവിടുന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ വന്ന് മറ്റുള്ള സംസ്ഥാനങ്ങൾ കനിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചോറിന് കൂട്ടാനില്ലാത്ത അവസ്ഥയാണിപ്പോൾ. എല്ലാ വീടുകളിലും ഓരോ പ്രവാസിയായി. അതുകൊണ്ട് തന്നെ കൃഷിക്കാരെല്ലാം കൃഷി ഉപേക്ഷിച്ചു. അപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയായി. പണ്ട് രാത്രി കാലത്തായിരുന്നു നമ്മുടെ ചന്ത എന്ന് പറയുന്നത്. ശരിക്കും പണ്ട് വളരെ പ്രതാപമായിട്ടിരുന്ന ഒരു ചന്തയാണ്. ഇപ്പൊ ശരിക്കും ഇതാണ് അവസ്ഥ. രാത്രിയിലൊക്കെ, നേരത്തെ രാത്രി ചന്തയായിരുന്നു. അപ്പൊ രാത്രിയിൽ ഭയങ്കര തിരക്കുള്ള ഒരു ചന്തയായിരുന്നു. ഇപ്പൊ അതേ ഒന്നുമില്ല. ഇപ്പൊ പകൽ ചന്തയാണ്. പക്ഷെ ഇവിടെ അവിടെ ഇവിടെയും കുറെ ആൾക്കാർ മാത്രമുള്ളു. ഇപ്പൊ മെയിനായിട്ടും കൈതച്ചക്കയാണ് ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനില്ല കേട്ടോ, അവിടെ ഇവിടെയും കുറച്ച് പേര് മാത്രം. പണ്ട് എങ്ങനെ ഇരുന്നതാണ്. ഞാനൊക്കെ രാത്രിയിൽ ഈ ചന്തയിൽ വന്നിട്ടുണ്ട്. എന്തു തിരക്കായിരുന്നു അറിയോ. പല സ്ഥലത്തു നിന്നുള്ള വണ്ടികളൊക്കെ വന്ന് പച്ചക്കറി എടുക്കാനായിട്ടും ഒക്കെ. ഇപ്പം പക്ഷെ ഒന്നുമില്ല. ഇത് മുന്നേ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. വല്ലപ്പോഴും വല്ല ബസ് വന്ന് കയറി പോയെങ്കിലായി. ശരിക്കും നമ്മൾ കണ്ട ജംഗ്ഷനിലാണ് മെയിനായിട്ടും നമ്മുടെ ബസ്സുകളൊക്കെ നിർത്തുന്നത്. അതുകൊണ്ട് ഇത് ഒരാവശ്യവുമില്ലാത്ത ഒരു ബസ് സ്റ്റാൻഡായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നു. ഇതാണ് നമ്മുടെ കുറുപ്പന്ത്ര കവലെ പള്ളി. ഒരുപാട് പള്ളി പെരുന്നാളുകളൊക്കെ കൂടിയിട്ടുള്ള ആ ഓർമ്മകളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ കൂടിയിട്ട് വർഷങ്ങളായി. പെരുന്നാൾ കണ്ടിട്ട് തന്നെ വർഷങ്ങളായി. ഈ ഒരു റൂട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന റൂട്ട്. ഇത് ശരിക്കും പോകുന്നത് പുത്തൻപള്ളി, കല്ലറ, തെക്കേ കല്ലറ, അങ്ങനെ ആലപ്പുഴ വരെ പോകാം. അത് തന്നെ. നല്ല ഹൈവേ, മിനി ഹൈവേ. നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ച് കുറുപ്പന്ത്ര. ഇതാണ് നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ച്, BSNL-ന്റെ. മരങ്ങളൊക്കെ
ഇതൊക്കെ എത്ര വർഷമാണെന്ന് പറയാം, എൻ്റെ ചെറുപ്പം തൊട്ടേ കാണുന്ന മരങ്ങളാണ് ഇതൊക്കെ. പണ്ടൊരു സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഉപ്പുകണ്ടം പ്രദേശത്ത്. അതിനകത്ത് കുറുപ്പന്തറയിലെ പെണ്ണിനെയാണ് നമ്മുടെ ആരാണ്, ജഗദീഷാണോ ആരാണ്ട് കല്യാണം കഴിക്കാനായിട്ട് വരുന്നത്. ഉപ്പുകണ്ടം പ്രദേശത്ത് മൂവിക്കകത്തുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്. ഇത് നമ്മുടെ KSEB ഓഫീസ്. ഈ കാണുന്നതാണ് എൻ്റെ ചെറുപ്പം മുതലേ കാണുന്ന കുറുപ്പന്തറക്കാരുടെ ഏറ്റവും കൂടുതൽ സമയം കളയുന്ന കുറുപ്പന്തറ റെയിൽവേ ക്രോസ്. ഓർമ്മ വെച്ച കാലം തൊട്ടേ കേൾക്കുന്നതാണ് ഫ്ലൈ ഓവർ ഇപ്പോൾ വരും നാളെ വരും എന്നും പറഞ്ഞ്. അങ്ങനെ എനിക്കും എൻ്റെ ഓർമ്മ പോകാറായി. ഇപ്പോഴും ഫ്ലൈ ഓവർ മാത്രം വന്നിട്ടില്ല. ഇതാണ് അവസ്ഥ. ഒരു കുറുപ്പന്തറക്കാരുടെ ഒരു എന്താണ് സമയം കൊല്ലിയാണിത്. പാത ഇരട്ടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇവിടെ കിടക്കുന്ന ആൾക്കാരുടെ സമയവും കൂടി ആൾക്കാരുടെ എണ്ണവും കൂടി. ഇതാണ് അവസ്ഥ. ഇതിന് എന്ന് ഫ്ലൈ ഓവർ വരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. നമുക്ക് റോഡിനോട് ചേർന്ന് ഒരു കള്ളി ഷാപ്പുണ്ട്. കള്ളു കുടിക്കുക, നേരെ വണ്ടി കയറുക, വീട്ടിൽ പോവുക. ഇനി ട്രെയിനിലാണ് പോകണമെങ്കിൽ നേരെ ഓടിത്തെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടപ്പുറത്തുണ്ട്, അങ്ങോട്ട് പോയാൽ മതി. നമ്മുടെ സ്വന്തം കള്ള് ഷാപ്പ്. നമ്മുടെ മഴ പെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. വലിയ കുഴികളൊക്കെയാണ്. എൻ്റെ അമ്മോ, അയ്യോ. ഇതാണ് നമ്മുടെ കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷൻ. ഓ, മരങ്ങളൊക്കെ എന്ത് വലുപ്പമാണ്, നിങ്ങൾക്ക് നല്ല രസമാണ് കാണാനായിട്ട്. ഞാനിങ്ങോട്ട് വന്നിട്ടൊക്കെ വർഷങ്ങളായി കേട്ടോ. ഓ, പുതുക്കി പണിതല്ലേ ഇത്? ആ, അടിപൊളി. പഴയ കെട്ടിടങ്ങൾ. നേരത്തെ ഒരു കുഞ്ഞൊരു ബിൽഡിംഗ് ആയിരുന്നു, ഇപ്പൊ അതൊക്കെ മാറി അടിപൊളി ഒരു ബിൽഡിംഗ് ആയി. ഓ, ആ ഓക്കെ, ശരി. ആ, ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ ചെടികളാണ് ഈ കാണുന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും ഭയങ്കര പച്ചപ്പാണ്, നല്ല രസമാണ് കാണാൻ. അടുത്ത ട്രെയിൻ പോകുന്നു. ഇതുകൊണ്ടൊക്കെയാണ്, കാരണം എപ്പോഴും ഈ ഗേറ്റ് അടയ്ക്കും. അങ്ങനെ അടച്ചു കിടക്കുമ്പോഴും പകുതി ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ ത്രൂ ഔട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആൾക്കാരുടെ പകുതി സമയവും ഈ റെയിൽവേ ക്രോസിൽ തീരുകയാണ്. അതുകൊണ്ട് അടുത്ത് പോകുന്നു. നമ്മളും ഇങ്ങനെ പോവുകയാണ്. ഒരു കുഴിയിൽ നിന്നും അടുത്ത കുഴിയിലേക്ക്. നമ്മുടെ റെയിൽവേ ക്രോസ്. അതാണ് നമ്മൾ നിന്ന സ്ഥലം. മഴ പെയ്ത് മൊത്തം പോയി കിടക്കുവാണ് റോഡ്. എൻ്റെ
ഇനി നമുക്ക് വേറൊരു ചന്തയും കൂടെ ഉണ്ട്. ഇത് കുറുപ്പന്തറ ചന്ത, മറ്റത് കുറുപ്പന്തറ കവല ചന്ത, സസ്യ മാർക്കറ്റ്. ഇതും ഒരു ചന്തയാണ്. ഇത് ചെറിയ ചന്ത ആണ് നമ്മുടെ ഈ കാണുന്നത്. ഇതൊരു ചെറിയൊരു ടൗൺ പോലെ ഉള്ള ഒരു സ്ഥലം. ഈ മുന്നിൽ കാണുന്ന ഈ മരം ഉണ്ടല്ലോ, ഈ മരം ശരിക്കും പറഞ്ഞാൽ ഇത് എത്ര വർഷമായിട്ട് എത്ര പഴക്കമുള്ള മരമാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. കാരണം അത്രമാത്രം വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു മരമാണ്. ഒരു എന്താണ് കുറുപ്പന്തറയുടെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയാവുന്ന ഒരു മരം കൂടിയാണിത്. അതിൻ്റെ താഴെ പോയി ഇരിക്കുമ്പോൾ ഒരു ഫീല്, ഒരു നല്ലൊരു തണുത്ത ഒരു അറ്റ്മോസ്ഫിയറാണ് അതിൻ്റെ താഴെ എന്ന് പറയുന്നത്. ഒരുപാട് പേര് ആൾക്കാർ വിശ്രമിക്കുന്ന ഒരു പ്ലേസും കൂടിയാണത്. ഇത് പഞ്ചായത്തിന്റെ അണ്ടറിലുള്ള ചന്തയല്ലേ? രണ്ടും പഞ്ചായത്തിന്റെ അണ്ടറിൽ തന്നെ ആണോ? ഇതാണ് നമ്മുടെ സെന്റ് സേവിയേഴ്സ് ചർച്ച് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ കൊല്ലവും പെരുന്നാളൊക്കെ ആഘോഷിച്ച് ഗാനമേളക്കൊക്കെ മണ്ണാറപ്പാറ പള്ളി. ഇതാണ് നമ്മുടെ മണ്ണാറപ്പാറ പ്രസിദ്ധമായ പള്ളി. ഇവിടുത്തെ ഗാനമേളയൊക്കെ ഭയങ്കര പ്രസിദ്ധമാണ്. നമ്മളെപ്പോഴും എല്ലാ വർഷവും ആഘോഷിച്ചുകൊണ്ടിരുന്നതാണ്. ഇവിടുത്തെ പെരുന്നാളൊക്കെ കൂടിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ പ്രവാസിയായപ്പോൾ ഇതൊന്നും കൂടിയിട്ട് വർഷങ്ങളായി. ഭയങ്കര വലിയ പള്ളി കേട്ടോ, നല്ല രസമുള്ള. നമ്മളെ ചെറുപ്പത്തിൽ ഒരുപാട് പെരുന്നാളുകൾ കൂടിയിട്ടുള്ള പള്ളിയാണ്. അതെ, ഇവിടുത്തെ പെരുന്നാളും ഇവിടുത്തെ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളും എല്ലാം വളരെ ഫേമസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഇത് വടക്കുംപാവരുടെ പള്ളി അങ്ങനെയുണ്ടല്ലോ പറയണേ. ഇത് പാലാ രൂപത, മറ്റത് കവലെ കണ്ടത് ചങ്ങനാശ്ശേരി രൂപത. അല്ല, ചങ്ങനാശ്ശേരി അല്ല, കോട്ടയം രൂപത. സോറി, കോട്ടയം രൂപത. ആ, വീടിനടുത്തും ഒരു കോട്ടയം രൂപത പള്ളിയുണ്ട്. അങ്ങനെ കവലപ്പള്ളിയിലും അതെ അടിപൊളി. എപ്പോഴും എന്താണ് നമ്മുടെ പെരുന്നാളിൻ്റെ സമയത്ത് അടിപൊളി പ്രോഗ്രാമുകളൊക്കെ ആയിരുന്നു. ഇതാണ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ്, മാഞ്ഞൂർ പഞ്ചായത്ത് ഓഫീസ്. പണ്ട് ഇവിടെ ഈ ഗേറ്റ് കാണുന്നതിനകത്തൊരു ഒരു തിയേറ്റർ ആയിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ സിനിമ കണ്ടുകൊണ്ടിരുന്ന തിയേറ്ററാണ്. ഇപ്പം ഇത് ഇവിടെ വീടായല്ലേ? അവിടെ പണ്ട് ഇപ്പോൾ ഒരു വീടായി. ഒരുപാട് സിനിമകൾ കണ്ട ഒരു സ്ഥലമാണത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളായല്ലോ. ഇനിയുള്ള നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലേസ് ആണ്. ഇതാണ് മള്ളിയൂർ ശ്രീ മഹാഗണപതി ടെമ്പിൾ, നമ്മുടെ കുറുപ്പന്തറയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം. നേരത്തെ ഒരു ചെറിയൊരു അമ്പലമായിരുന്നു, വളരെ ചെറിയ സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇങ്ങോട്ടൊക്കെ സ്ഥലം ഏറ്റെടുത്തു, ഒരുപാട് ഏരിയയായി. പണ്ട് വളരെ ജീർണാവസ്ഥയിലായിരുന്ന ഒരു അമ്പലമായിരുന്നു. പിന്നീട് ശ്രീ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി അദ്ദേഹം ഭാഗവത ഹംസമായതിനു ശേഷം പിന്നെ അങ്ങ് പ്രശസ്തിയാവുകയായിരുന്നു ഈ അമ്പലം. ഭാഗവത ഹംസം എന്ന് പറഞ്ഞാൽ ഭാഗവതം മൊത്തം കാണാപ്പാടം അറിയാൻ പറ്റുന്ന ഒരാൾ. അങ്ങനെ ഇപ്പോൾ വലിയൊരു അമ്പലമായി മാറി, ഒരുപാട് പ്രശസ്തമായി. ഇത് കുറുപ്പന്തറയുടെ മറ്റൊരു ലാൻഡ്മാർക്ക് എന്ന് പറയാവുന്ന രീതിയിലേക്ക് വളർന്ന ഒരമ്പലമായി മാറിയിരിക്കുകയാണിപ്പോൾ. നമ്മുടെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ വന്നിട്ട് ഓരോ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. യേശുദാസിന്റെ കച്ചേരി ഉണ്ടായിരുന്നു, നമ്മുടെ ശോഭനയുടെ ഡാൻസ്, നമ്മുടെ എന്താണ് വിജയന്മാരില് മനോജ് കെ ജയന്റെ അച്ഛന്റെ കച്ചേരി, മനോജ് കെനെ ഇവിടെ വന്ന് പാടിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ, ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ. പ്രശസ്തരും പ്രഗത്ഭരുമായ അതെ എല്ലാവരും.
എല്ലാവരും വന്നിട്ടുള്ള ഒരു പ്ലേസ് ആണ് അത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുറുപ്പന്തറയിലെ വിശേഷങ്ങൾ. ഇനി കാണാൻ പോകുന്നതാണ് ഏതൊരു മഴക്കാലത്തും എല്ലാവരെയും കൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് കുഴിയിലേക്ക് ചാടിക്കുന്ന ഒരു സ്ഥലം. ഈ കഴിഞ്ഞ പ്രാവശ്യവും അതിന്റെ ഒരു ക്ലിപ്പ്, ഒരു ചെറിയൊരു പിക്ചർ ന്യൂസിൽ നിന്നുള്ളത് ഞാൻ എടുത്തിടാം ഇതിന്റെ കൂടെ തന്നെ. ഇതാണ് ഇതുവഴി ശരിക്കും കല്ലറയ്ക്ക് പോകുന്നതാണ്, പക്ഷെ ആലപ്പുഴയ്ക്കൊക്കെ പോകാം ഇതുവഴി. പക്ഷെ എല്ലാവരും ഗൂഗിൾ മാപ്പ് വഴി എല്ലാവരും നേരെ പോകും. നേരെ പോയി കഴിഞ്ഞാൽ ഒരു തോടാണ്, ആ തോട്ടിലേക്കാണ് എല്ലാവരും പോകുന്നത്. പക്ഷെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല. മഴ പെയ്ത് വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ എല്ലാവരും നേരെ അങ്ങ് പോകും. കാരണം റോഡും ഒന്നും തോടും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്, എല്ലാം ഒരേ ലെവലിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നേരെ ഓടിച്ച് നേരെ തോട്ടിലേക്ക് കൊണ്ട് ചാടിക്കും. ആ വഴി നേരെ കാണുന്ന ഈ തോട്ടിലേക്കാണ് വന്ന് എല്ലാവരും ചാടിക്കുന്നത്. ഇപ്പം 2-3 കൊല്ലമായിട്ട് മിക്ക വണ്ടിക്കാരും വന്ന് ചാടിക്കുന്നുണ്ട്. ഇപ്പം 2-3 വർഷമായിട്ട് 3 വണ്ടിയോ 4 വണ്ടിയോ ആയിട്ട് ഇവിടെ നേരെ വന്ന് ഈ തോട്ടിലേക്ക് ചാടും. ശരിക്കും ആ റോഡ് വേറെ ആ ഒരു വരുന്ന വഴി കൂടെ തന്നെ നേരെ വരേണ്ട ഒരു റോഡായിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണം കൊണ്ട് ആ വളവൊക്കെ അങ്ങനെ അങ്ങ് നിവർക്കാതെ നിന്നു. അതുകൊണ്ട് വഴി അറിയാൻ മേലാതെ വരുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും സംഭവിക്കാറുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.